ഇതേപോലെ ഇരിക്കുന്ന ഞങ്ങളെ തെരുവിൽ നിന്ന് ഓട്ടിക്കായിരുന്ന അവര് അടുത്ത വർഷവും ഇതേപോലെ നിയന്ത്രിച്ചോണ്ട് പോകും ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളങ്ങ് കൈയൂടി. ഞങ്ങളെ പോലെ 10 പേരുണ്ടെങ്കിൽ അവർക്കും ജീവിക്കാപ്പോൾ അവരെ പോലെ 10 പേരുണ്ടെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കാനോ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ജനങ്ങൾ തെരഞ്ഞെടുക്കണം, അത്രേ ഉള്ളൂ. നേരത്തെ ഇരുന്ന മന്ത്രിമാരൊക്കെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവരൊക്കെ ജയിച്ചു വരേണ്ടവരാണ്, അവർ ജയിച്ചു വരേണ്ടത്. നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള അനിൽ ആണ് മത്സരിക്കുന്നത്, LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അതോടൊപ്പം തന്നെ BJP ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുള്ള മണ്ഡലമാണ് ഈ പറയുന്ന നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരുപാട് വലിയൊരു പ്രദേശം. ഇവിടുത്തെ ജനങ്ങൾ ആർക്കൊപ്പമാണ്, ഇവിടെ മാറ്റം വരേണ്ടതുണ്ടോ അതോ നിലവിലത്തെ രീതിയിൽ തന്നെ തുടർ ഭരണം ആയിരിക്കണമോ എന്ന് അതേക്കുറിച്ചൊക്കെയുള്ള അന്വേഷണത്തിലാണ്. എന്തായാലും പൊതുജനങ്ങളോട് കൂടെ അവരുടെ ഒരു അഭിപ്രായമൊക്കെ ചോദിച്ചറിയാം. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെയാണല്ലോ, ആർക്കൊപ്പമാണ്, ആരായിരിക്കും ഈ നെടുമങ്ങാട് ജയിക്കാൻ പോകുന്നത്? നമ്മള് പൊതുജനത്തിൽ ഒരാളല്ലേ? അങ്ങനെയൊന്നുമില്ല, നല്ല കാര്യം ചെയ്യുന്ന ആരാണോ അവര് ജയിക്കണം, അത്രേ ഉള്ളൂ. നെടുമങ്ങാട് ചെയ്യേണ്ട ഒരു നല്ല കാര്യം പറഞ്ഞേ. നിലപാട് ചെയ്യുന്ന ഈ കിടക്കുന്ന കണ്ടില്ലേ, മാർക്കറ്റ്, റോഡുകള്, ഇതെല്ലാം ഈ കിടക്കുന്ന കണ്ടില്ലായിരുന്നു. ഇതിന്റെ ശോചനീയാവസ്ഥ തന്നെയാണ് ഇടപാട് മാർക്കറ്റ്. അപ്പൊ നിലവിലുള്ള മന്ത്രി മാറിയിട്ടൊരു മാറ്റം വരണം എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നുമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ജനങ്ങൾ തെരഞ്ഞെടുക്കണം, അത്രേ ഉള്ളൂ. ആരായാലും കുഴപ്പമില്ല. നെടുമങ്ങാടിന് വേണ്ടി വികസനം ചെയ്യണം, അല്ലാതെ ആൾക്കാരെ പോക്കറ്റ് വീർക്കാൻ വേണ്ടിയുള്ള വികസനം ചെയ്യാൻ വേണ്ടി ആരും വരും, അത്രേ ഉള്ളൂ. ചേട്ടാ, നെടുമങ്ങാട് ആരാവണം ജയിക്കേണ്ടത്? പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നിലവിലിപ്പോ ഇരിക്കുന്നപ്പോ മന്ത്രിമാരെന്ന് വെച്ചാൽ നാട്ടുകാർ ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മന്ത്രിമാരെ എന്റെ കാര്യമില്ലല്ലോ. തുടർ ഭരണം തന്നെയാണ് ആവശ്യം. അതാണ് ആവശ്യം, ഉണ്ടെങ്കിലേ രക്ഷപ്പെടും. ഇപ്പം പുതിയ പാർട്ടിക്കാർ നിന്ന് അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നാട്ടിൽ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രതീക്ഷയില്ല. അതാണ്. അപ്പൊ അനിൽ തന്നെ തുടരും. അതാണ്, അവര് തന്നെ ഇവിടെ ഭരിക്കുന്ന കാര്യം ഉണ്ടായിരിക്കണം. അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ആൾക്കാർക്ക് പെൻഷനായാലും പിന്നെ സുഖമില്ലാത്തവർക്ക് കട്ടില്, വീടില്ലാത്തവർക്ക് വീട്, എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മളത് ഭരിക്കുന്ന കാലം വരെ അവർ തന്നെ ജയിക്കണം. UDF അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന പെൻഷനൊക്കെ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട്, 3000 ആക്കുന്നൊക്കെ പറയുന്നു. പൈസ ഇത് പറഞ്ഞത് യഥാർത്ഥമുള്ള സത്യമുള്ള കാര്യമാണ്. നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നതിനെക്കാട്ടി പൈസ കൂട്ടും. പൈസ കൂട്ടി കൊടുക്കുന്നതിന് അവര് പറയുന്നത്. അവർ പറഞ്ഞതാണ്, മറ്റുള്ള പറയുന്ന കാര്യം ലംഘിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആണ്. എന്നാലും UDF വരും എന്നുള്ള ഒരു സംശയം. വരും എന്നുള്ള ഉറപ്പാണ്. പാപ്പാ, കച്ചവടമൊക്കെ എങ്ങനെ പോണു? ഇലക്ഷൻ ഒക്കെ അല്ലേ, ഇവിടുത്തെ പ്രചാരണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ആരായിരിക്കും ഇത്തവണ തൂക്ക? ആരായിരിക്കും ഇത്തവണ ഇവിടെ വിജയിക്കുന്നത്? അറിയില്ല. സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ ഇതുവഴി? സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഒരു കുഴപ്പമില്ല, നമുക്കൊരു കുഴപ്പമില്ല. നെടുമങ്ങാട് ഈ തവണ ഇനി ആരായിരിക്കും വരാൻ സാധ്യത? കമ്മ്യൂണിസ്റ്റ് തന്നെ, അനില് ജയിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വികസനം ഒക്കെ ഉണ്ടാവുന്നുണ്ടോ? ഞങ്ങളെ കൂടെ നോക്കിക്കൊണ്ട് പോയ ഇതേപോലെ ഇരിക്കുന്ന ഞങ്ങളെ തെരുവിൽ നിന്ന് ഓട്ടിക്കായിരുന്ന അവര് അടുത്ത വർഷവും ഇതേപോലെ നിയന്ത്രിച്ചോണ്ട് പോകും ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളങ്ങ് കൈയൂടി. ഞങ്ങളെ പോലെ 10 പേരുണ്ടെങ്കിൽ അവർക്കും ജീവിക്കാപ്പോൾ അവരെ പോലെ 10 പേരുണ്ടെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കാനപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടേത്തിക്കാർ ഒരേപോലെ തന്നെ ജയിച്ചു. രണ്ടേത്തിക്കാർ ജയിച്ചു. ഇല്ല, ഞങ്ങളെ ഓട്ടിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കാം ഇന്ന് ഞമ്മക്കിത് വേണ്ട എന്ന് നമ്മൾ വിചാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാം അവർ നമ്മക്കൊപ്പം ഞങ്ങൾ അവർക്ക് എന്ന് ഞങ്ങൾ വിചാരിക്കും. സന്തോഷത്തിൽ ഞങ്ങൾ. ചേച്ചി, നെടുമങ്ങാട് ആരായിരിക്കും ഇത്തവണ തുക ജയിക്കുന്നത്? ആരായിരിക്കും? നേരത്തെ ഇരിക്കുന്ന മന്ത്രി തന്നെ. എന്താ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ? ഇവിടെ നെടുമങ്ങാട്ടുകാർക്ക് വേണ്ടുന്ന എല്ലാം മന്ത്രി ചെയ്തു തന്നിട്ടുണ്ടോ? എല്ലാ സഹായം ചെയ്തു തന്നിട്ടുണ്ട്, എല്ലാ സഹായവും. നമുക്കത് എണ്ണി പറയാൻ പറ്റത്തില്ല. ആ രീതിയിൽ നമ്മൾ എല്ലാം സഹായിക്കും, എല്ലാ സഹായം ചെയ്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്ത് വീടുകൾ കൊടുത്തു. പിന്നെ ബാക്കി സമൂഹത്തിൽ എന്തെല്ലാം ചെയ്യാതെ എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഞാൻ പാർട്ടിക്കാരി ആണോ അല്ലയോ അതല്ല സംഭവം, പക്ഷെ അദ്ദേഹം എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഇനി അദ്ദേഹം വന്ന ബാക്കിയും കൂടെ ഒക്കെ എല്ലാം ചെയ്യും, നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഈ നെടുമങ്ങാടുകാർക്ക് പറയാനുള്ള ഒരു ആവശ്യം എന്താണ് പ്രധാനമായിട്ടും? പ്രധാനമായിട്ട് പറയാൻ വെച്ചാൽ ഇത്രയും നാൾ അദ്ദേഹം ഈ 5 വർഷം ഇരുന്നപ്പോഴേ എല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. ഒരു കാര്യത്തിന് മാറ്റി നിർത്തണ്ട, മാറ്റി നിന്നിട്ടില്ല.
അദ്ദേഹം എല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ആൾക്കാർക്ക് വേണ്ടി, പാർട്ടി ഭേദം തന്നെ എല്ലാവർക്കും അദ്ദേഹം എല്ലാം ചെയ്താണ്. പാർട്ടിയാണോ ഈ പറയുന്ന നേതാവാണോ പ്രധാനപ്പെട്ടത്? അങ്ങനെ ഒരു ചോദ്യം ചേച്ചിക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞത്? പാർട്ടിയും പ്രധാനമാണ്, നേതാവും പ്രധാനമാണ്. രണ്ടും ഒരുപോലെ പ്രധാനമാണ്. നമുക്കെല്ലാം അറിയാൻ പറ്റൂല. അപ്പൊ ഈ തവണ പാർട്ടി നോക്കിയിട്ടാണോ നേതാവിനെ നോക്കിയിട്ടാണോ വോട്ടിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? രണ്ടും നോക്കിയിട്ടാണ്. രണ്ടും നോക്കിയിട്ടാണ്. പാർട്ടിയും നോക്കി, നേതാവിനെ നോക്കിയിട്ടാണ്. സാഹചര്യമാണ്. നേതാക്കന്മാരൊക്കെ ഇതുവഴി വന്നിരുന്നോ? കണ്ടില്ല. ആരെയും കണ്ടില്ലേ? അറിയാമോ ഇത്തവണ ആരൊക്കെ ഇവിടെ മത്സരിക്കുന്നത്? അവിടെ VR അനിലേക്കിന്, കുമാർ ആരൊക്കെ നിൽക്കുന്നു. ആരെ ജയിക്കും? ആരാണ് ഇത്തവണ നെടുമങ്ങാട്? നെടുമങ്ങാട് VR അനിൽ. ഒരു സംശയമില്ല. ഒരു സംശയം. എന്താണ് അമ്മയ്ക്ക് ഇത്ര ആത്മവിശ്വാസം വരാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു. എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ? ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അത് തുടരുമെന്നാണ് പാർട്ടിയിലുള്ള അത് തുടരുമെന്നാണ് അമ്മ പറയുന്നത്. അമ്മ, എന്താണ് നെടുമങ്ങാട്ടെ ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിഗമനം? പ്രചാരണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളാ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എന്നും നല്ലത് തന്നെ. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? BJPക്ക് ഒരു സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. സാധ്യതയുണ്ടോ? BJPക്ക് എനിക്ക് സാധ്യത തോന്നുന്നില്ല. നമ്മളെ അനിൽ സാറാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെ ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരുപാട് വികസനങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പൊതു അഭിപ്രായങ്ങളും കാണുന്നത്. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. കോൺഗ്രസിന്റെ ആരും ഒന്നും പറയുന്നില്ല, ഇങ്ങനെ പോകുന്നു. എന്താണ് നെടുമങ്ങാട്ടെ ആ ഒരു സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? ആര് ജയിക്കും? നെടുമങ്ങാട്ട് ജയിക്കുന്നത് ഇടതുപക്ഷമാണ്. ഒരു സംശയമില്ല. ഒരു സംശയവുമില്ല. എന്താണ് എന്താന്ന് വെച്ചാൽ ഇന്ന് നടക്കുന്ന റോഡിന്റെ വികസനങ്ങള്, സ്കൂളിന്റെ വികസനങ്ങള്, കോളേജുകള്, ആശുപത്രികൾ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്നുകൾ, ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന മരുന്നുകള്, അതേപോലെ അവരെ ചികിത്സിക്കാനുള്ള ഡോക്ടർമാര് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ, അതേപോലെ നമ്മള് 60 വയസ്സ് കഴിഞ്ഞു പോയ ആൾക്കാർക്ക് 2000 രൂപ പെൻഷൻ കൊടുക്കുന്നതൊക്കെ അവർക്ക് വലിയ കാര്യങ്ങൾ. UDF വരണമെങ്കിൽ 3000 ആക്കാന്ന് പറഞ്ഞാൽ മുമ്പ് അവര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്, ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് 18 മാസത്തെ ഞങ്ങളുടെ പൈസ അവര് പെൻഡിങ് ഇട്ടിരുന്നു. അത് ഇവര് വന്നതല്ലേ നമുക്ക് തന്നത്. ഇടതുപക്ഷം വന്നാണ് നമുക്ക് അത്, പിണറായി സർക്കാർ വന്നപ്പോഴാണ് നമുക്ക് ആ പൈസ അവരാണ് തന്നത്. മൂന്നാമതൊരു പിണറായി സർക്കാർ എന്നുള്ളത് വിശ്വസിക്കുന്നു. സംശയമില്ല, അവരെ വരുള്ളൂ. കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു സീറ്റെങ്കിലും അധികം പിടിച്ചാൽ അവർ വരുള്ളൂ. പിണറായി സർക്കാരിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട് നിലവില്. അവര് വിമർശിക്കുമല്ലോ. കാര്യം ഞാൻ പറയാം, വയനാട് മറ്റേ ദുരിത ഫണ്ട് പിരിച്ചിട്ട് ആ പൈസ കംപ്ലീറ്റ് അവന്മാര് വെട്ടി വിഴുങ്ങിയില്ലേ? ആ പൈസക്ക് എവിടെ ഇപ്പോഴല്ലോ വെച്ചു കൊടുത്താ? ഇല്ലല്ലോ, വെച്ചു കൊടുത്തില്ലല്ലോ. അപ്പൊ പിന്നെ ആ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തിനാണ് വോട്ട് കൊടുക്കണേ? നെടുമങ്ങാട് അനിൽ വിട്ടു പോവേയില്ല. നെടുമങ്ങാട് എന്ന് പറഞ്ഞാൽ വിട്ടു പോവേയില്ല. നെടുമങ്ങാട് മാത്രമല്ല, ഏതാണ്ടുള്ളതൊക്കെ നല്ല നല്ല സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. അവരൊക്കെ ജയിച്ചു വരണം. നല്ല മന്ത്രിമാർ, നേരത്തെ ഇരുന്ന മന്ത്രിമാരൊക്കെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവരൊക്കെ ജയിച്ചു വരേണ്ടവരാണ്. അവർ ജയിച്ചു വരേണ്ടി. നെടുമങ്ങാട്ടെ BJP UDF സ്ഥാനാർത്ഥികൾ BJPക്കൊന്നും UDF-നൊന്നും ഇവിടെ ഒരു ചാൻസും ഇല്ല. ഇവിടെ മുമ്പ് മുതലേ ഇവിടെ LDF തന്നെയാണ് വിജയിച്ചു വരുന്നത്. അവർ തന്നെയാണ് വിജയിക്കുന്നത്. പിന്നെ ഒരിക്കലായിട്ട് നമ്മളെ പാലൂടെ വിജയിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങനെ അതിന് പിറ്റേ ദിവസം നിന്നപ്പോൾ തോറ്റുണ്ട്. പിന്നെ ആരും ഇവിടെ രക്ഷപ്പെട്ട് വന്നിട്ടുമില്ല. കാര്യം അത്രയ്ക്ക് വികസനം. അതാ ഇപ്പം തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റ്, അല്ലെ നമ്മൾ ഈ മാർക്കറ്റ് തന്നെ ഇന്നിപ്പം വലിയ വിപുലമായിട്ട് 5 കെട്ടിടത്തിൽ നിന്നാണ് ഇവിടെ മാർക്കറ്റ് ഉണ്ടാക്കാൻ പോണത്. അതിൽ അടിയിൽ മറ്റേ പാർക്കിങ് അത് ഇതെല്ലാം നല്ല കണ്ടീഷനായിട്ട് അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉഗ്രമായ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വലിയ വികസനമല്ലേ? നല്ല വികസനമാണ്.